നമസ്കാരം. സുരേഷ് തുഷാരം, മേഘ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, പനങ്ങാട് നോർത്ത്, ബാലുശ്ശേരി. ഞങ്ങളുള്ളത് അവിടെയാണ്. ഏകദേശം 50 വർഷത്തെ പാരമ്പര്യമുള്ള വോളിബോൾ മാമാങ്കം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ്. മേഘ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഏകദേശം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 50 വർഷത്തെ പഴക്കമൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു എന്താ പറയാ വോളിബോൾ രംഗത്ത് ഒരുപാട് ആളുകളെ കൈപിടിച്ചുയർത്തിയ ഒരു സ്ഥാപനമാണ് മേഘ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, അല്ലേ? തീർച്ചയായും. അപ്പോൾ ഏകദേശം എത്ര ആളുകൾ ഇവിടുന്ന് കളിച്ച് ജയിച്ച് പോയിട്ടുണ്ടോ? 10,000-കണക്കിനല്ലോ. തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ ഇവിടെ ഈ ഗ്രൗണ്ടിൽ മത്സരത്തിൽ പങ്കെടുക്കുകയും നല്ല നിലയിൽ എത്തിയ ആൾക്കാരുണ്ട്. പല ആളുകളും ഉന്നത ജോലിയിൽ ഈ വോളിബോൾ കാരണം, അല്ലേ? അതെ. ഇന്റർനാഷണൽ ടോം ജോസഫ് ഉൾപ്പെടെ ഉള്ള മുകേഷ് ലാൽ ഉൾപ്പെടെയുള്ള കളിക്കാരൊക്കെ ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് അവർ മറ്റു തലങ്ങളിലൂടെയാണ് ഉയർന്നു വന്നെങ്കിലും ഇവിടെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ ചെറിയ കുട്ടിപ്രായത്തിൽ ഇവിടെ എത്തുകയും ഒരുപാട് ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്ത ആളുകൾ ഉണ്ടാവില്ലേ? ഉണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ ഒരു കളിക്കാരൻ എന്ന് പറഞ്ഞാല് MM സുരേഷ് എന്ന് പറയുന്ന കുട്ടു. കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹം റെയിൽവേക്ക് വേണ്ടി 8 തവണ ദേശീയ ചാമ്പ്യൻഷിപ്പും അതുപോലെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള നിരവധി ടൂർണമെന്റുകളിലും ഫെഡറേഷൻ കപ്പ് ഉൾപ്പെടെ വിജയിച്ച ക്യാപ്റ്റൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വേൾഡ് റെയിൽവേ മീറ്റിൽ ഇന്ത്യയെ പ്രതികരിച്ച് വിൻ ചെയ്ത ടീമിൽ അങ്ങ് കൂടിയാണ്. അദ്ദേഹം ഇവിടുന്നാണോ കളിച്ചത്? തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് എത്രാമത്തെ വർഷമാണ് ടൂർണമെന്റ് നമ്മളിപ്പോ നടക്കുന്നത്? 51ാമത്തെ ടൂർണമെന്റ്. 51ാമത്. അതെ. 51 എന്ന് പറയുമ്പോൾ 2 വർഷം കോവിഡ് കാലത്തെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം മാറ്റിവെച്ചു. അല്ലെങ്കിൽ നമുക്ക് 53 ഇത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ പ്ലേയേഴ്സ് മാത്രമാണോ? അതല്ല. അല്ല. മറ്റു പല ഘട്ടങ്ങളിലായിട്ട് പല ജില്ലകളിലെ കളിക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ജില്ലാതലത്തിൽ ടൂർണമെന്റ് ആയിരുന്നു നേരത്തെ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ കോഴിക്കോട് ജില്ല മാത്രമല്ല, മറ്റ് പല ജില്ലകളിലും നല്ല കളിക്കാരൊക്കെ തന്നെ ഇവിടെ നേരത്തെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 1975 മേഘ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് രൂപം കൊണ്ടത്. ഇതിന് സർ എന്താ പറയാ, എന്തെങ്കിലും ഗ്രാന്റ് ഗവൺമെന്റ് തലത്തിലെല്ലാം കിട്ടുന്നുണ്ടോ? ഒരു തരത്തിലുള്ള ഗ്രാന്റും സർക്കാരിന് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും സർ ഓക്കെ, താങ്ക് യു, ഒരുപാട് നന്ദി. മേഘയ്ക്ക് അനുകൂലം 1 ലവ്. മേഘയുടെ നമ്പർ 5 മുഹമ്മദ്. മേഘയുടെ തുടർച്ചയായ പോയിന്റ് 2 ലവ്. വോളി അക്കാദമി നടുവണ്ണൂരിന് അനുകൂലമായ പോയിന്റ് 1-2. ഒരു പോയിന്റ് കൂടി വോളി അക്കാദമി ജേഴ്സി നമ്പർ 14. അലന്റെ സ്മാഷിലൂടെ മേഘ പോയിന്റ് തിരിച്ചു പിടിക്കുന്നു. 3-2. മേഘയുടെ ചേസി നമ്പർ 8 വിനായകന്റെ സർവീസ്. നടുവണ്ണൂരിന് അനുകൂലമായി ഒരു പോയിന്റ് കൂടി. 3-all. ശക്തമായ ഒരു സ്മാഷിലൂടെ അമൽ. 1. മുഹമ്മദിന്റെ സർവീസ്.